അപ്പൊ പാട്ട് പാടിക്ക ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോ അപ്പൂസും ഇതിലും വീണ്ടും തിരിച്ചെത്തിയിരിക്കാണ് ഗായ്സ് അല്ലേ? അപ്പൊ ഒന്ന് പോയതല്ലേ? എത്ര ദിവസം നിന്നതിലോ? യെസ്. അപ്പൊ ഓലും നിന്ന് ഇപ്പൊ ഇതാ വന്നിക്കണ്. ഇപ്പൊ വന്നപ്പോ ഓൽക്ക് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എടുക്ക് വണ്ടൂർക്ക് പോവാണ്. എന്തൊക്കെ ഇങ്ങോട്ട് പോയിട്ടില്ല ഇത് പറയും. എന്തൊക്കെ അപ്പൂന്റെ വർത്താനം എന്തൊക്കെയാ? അപ്പു ഗായ്സ് എന്നോട് മലയാളിക്ക് മുണ്ടൊന്നും കൂടി ഇല്ല. അപ്പൂസ് വന്നേക്കന്നെ ഏനാ വിളിച്ചത്? ഇന്നലെ പോയി അന്ന് വലിയ കുഴപ്പമൊന്നുമില്ലേനു. പിറ്റേ ദിവസമായപ്പോ ഭയങ്കര കരച്ചിലേനു. ഒരു 10-11 മണിയാകുമ്പോ ഇക്ക വീഡിയോ കോൾ ചെയ്താകെ വെച്ചു. പിന്നെ ഇക്കാനെ കണ്ടപ്പോ മുതൽ ഹായ് ഗായ്സ്, ഓക്ക് ഇപ്പഴാണ് നേരം കൊടുക്കണത്. അപ്പൊ ഞങ്ങള് വണ്ടൂർക്ക് പോവാണ് ഗായ്സ്. അപ്പൊ മുതല് ഭയങ്കര കരച്ചിലേനു. എന്തിനും തൊട്ടിനും പിടിച്ചിനൊക്കെ. മറ്റേ അങ്ങനെ കരയ തന്നെയല്ല. അങ്ങനെ ഇങ്ങനെയൊന്നും കരയൂലോള്. വീഡിയോ കോൾ ചെയ്ത് കണ്ട് കഴിഞ്ഞപ്പോണ്ട് പിന്നെ ഭയങ്കര കരച്ചില്. എന്താ പിന്നെ തൊടണും പിടിച്ചണൊക്കെ കരയാ. ഏതിനും കരയാ. പിന്നെ ചുണ്ടങ്ങനെ പോവാ. ഏതെങ്കിലും വണ്ടിന്റെ സൗണ്ട് കേൾക്കുമ്പോ അപ്പോക്കിന് പോവാ. ഗ്രില്ലിന്റെ അവിടെ പോയി ഒന്നും ഇങ്ങനെ പുറത്തേക്ക് നോക്കുക. മകനാകെ സങ്കടയിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ വരണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. പിന്നെ ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നും അതേപോലെ തന്നെ. ഇന്നും കൊറേ വട്ടം അങ്ങനെ ചോദിച്ചു. ഇന്നലെ പിന്നെ രാത്രി ആവുമ്പോ ചോദിച്ചു. വരന്റെ നേരാവുമ്പോ അപ്പോഴാണ് ഗതിയുടെ. അല്ലാത്തുമ്പോ അങ്ങനെ വലിയ കുഴപ്പമില്ല. എന്താണ് ഏത് നേരത്തെ ഫാൻസിക്കുണ്ട് ചൂണ്ടിക്കാട്ടും. അപ്പൊ ബോളും മറ്റേ പന്തൊക്കെ എന്താ പറയാ ആ പീപ്പിന്റെ സാധനമൊക്കെ തൂക്കിട്ട് അത് വാങ്ങിക്കൊണ്ട അല്ലേ? അപ്പൊ എന്താ പറയുന്നേ? ഞങ്ങള് വണ്ടൂർ എത്തിക്കാണ്. അപ്പൊ പാട്ടൊക്കെ പാടും ഗൈസ്. നാളെ പാടിത്തരാറല്ലേ? അപ്പൊ നാളെ പാടൂലേ? ഇല്ലേ? അപ്പൊ ഞങ്ങള് ഷവായ ഷൂക്ക് പേരെന്തിനോ നമ്മള് പോണ ഷവായന്റെ മിസ്റ്റർ ഷവായ. അവിടെ നല്ല ടേസ്റ്റാണ് ഷവായ. ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജിമ്മിനൊന്നും പോയില്ല ഗൈസ്. ആകെ നാളെ പോവാം. ഒരു ദിവസം ലീവ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുത്താൽ കുഴപ്പമില്ല. അപ്പൊ കേട്ടോ നമുക്ക് നിറഞ്ഞ ഷവായന്റെ കടത്തി. അപ്പൊ ഗൈസ് നമ്മള് തന്നെ ഷവായന്റെ കടയിലേക്ക് എത്തിയിട്ടുണ്ടോ? ആദ്യം പറഞ്ഞ പേര് മാറിയതല്ല. വിചാരിച്ച് വണ്ടി കൂടെ പാർക്ക് ചെയ്യാനൊന്നും സൗകര്യമില്ല ഗൈസ്. സൗകര്യമുണ്ട്, ഇപ്പൊ സ്ഥലമല്ല. അങ്ങനല്ലേ? സൗകര്യം അറിയുമ്പോ എനിക്ക് വരുന്നോല് വിചാരിക്കും അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാന്ന്. നമുക്ക് എന്ത് ചെയ്യാം? റോഡ് സൈഡിൽ നിർത്തിങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധനം വാങ്ങിയാണ്ട് വേണം പോവാം. അപ്പുവിന് വിശദ വിവരങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാർസൽ വാങ്ങാൻ വേണ്ടി ഇതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ അടി മേലും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്നും പാർസൽ വാങ്ങലാണ് നമ്മളെ പതിവ്. അപ്പോൾ ഇതാണ് ഷവായ വെട്ടി പാർസലാക്കി നമുക്കുള്ള സാധനം. അങ്ങനെ ഗായ്സ് നമ്മൾ പാർസൽ വാങ്ങി സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവുക, തിന്നുക. ഇതിലൊക്കെ ഗായ്സ് 3 ദിവസമായി ഓല് പോയിട്ട്. ഓക്ക് വല്ല പുറത്തുണ്ട്. ഞാൻ പെരയിൽ എങ്ങനെ നിന്നത് സങ്കടം ഇങ്ങോട്ട്. അപ്പുസേ അന്നോട് നീ പറയുന്നത് ഇങ്ങ് രണ്ടാളോട്. രണ്ടാളും കേൾക്കണില്ല. നിങ്ങൾക്ക് രണ്ടാൾക്ക് പപ്പാനെ വേണ്ടല്ലേ? ഓ അങ്ങനെയാണ് ഞാൻ വരുമെന്ന് പറഞ്ഞേ. അപ്പുച്ചേ അപ്പൊ ഗായ്സ് ഞങ്ങള് വീട്ടിൽ പോട്ടെ. ഇന്ന് തീറ്റ മത്സരം ഉണ്ടോ? രണ്ടാളും ആരുടെ ഫസ്റ്റ് തിന്ന് കഴിയാൻ നോക്കട്ടെ. അപ്പുസ അങ്ങനെ അപ്പു വീട്ടിലെത്തി. ഒരാൾ കടക്കാല പുറപ്പാടിലാണ്. ഈ വീട്ടിൽ വന്നിക്കുന്നു. നമ്മള് വീട്ടിലേക്ക് വന്നില്ല. അപ്പുവിന്റെ വീട്ടിലേക്ക് വന്നോ?
ഇനി എൻ്റെ വേണ്ടിട്ട് എന്നെ വേണ്ടി കൊക്കോ വേണോ? എങ്ങനെ കൊക്കോ തിന്നെങ്ങനെ എങ്ങനെ തിന്ന? ഗുഡ് ഗേൾ. അപ്പൊ പാട്ട് പാടിക്ക പാട്ട് അപ്പൊ കേക്കട്ടെ. പാട്ട് പാട്. എങ്ങനെ അമ്മച്ചിക്ക് പാട്ട് പാടി കൊടുത്തിന്നത്? എന്നാ പാട്. ഹസ്ബി റബ്ബി ജല്ലല്ല പാടി കൊടുത്ത പപ്പക്ക്. പാടിക്ക. ഹസ്ബി പാടി. നമ്മളോട് ഇങ്ങോട്ട് പാടാൻ പറയണ്ട. നിങ്ങൾ പാടിക്കോളി എന്നാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ വീട്ടിലെത്തി. ദിലുവിന് കുറേ പണികളുണ്ട് കേട്ടോ ഗായ്സ്. നമ്മൾ പോയിട്ട് ദിലുവിന് അച്ചടി പടി കൊടുത്ത് പോന്നിക്കാണ്. പോയ മാർക്ക് തന്നെ പ്ലേറ്റ് കട്ടിട്ടിക്ക് എൻ്റെ എത്താം. അപ്പോൾ ഇവിടെ അത്രയും സംഭവിക്കണ പ്ലേറ്റ് തന്നെ കിട്ടും. 1 2 3 4. അപ്പോൾ 3 ദിവസം ഇതിൽ പോയിട്ട് ഇവിടെ അതേമാതിരി കിടക്കുന്നുണ്ട്. ഡ്രസ്സൊന്നും പിന്നെ വല്ലാതെ നമ്മൾ വലിച്ചിട്ടിട്ടൊന്നുമില്ല ഗായ്സ്. നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കണം. അപ്പൂസ് ഷവായ തിന്നു. ആടിക ഒരാട്ടൊക്കെ തിന്നാണ്. ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ കോയൊക്കെ വലിപ്പം കുറഞ്ഞിരിക്കണ് കേട്ടോ. ഇതില്ല ചെറിയ പീസ് ഇതെല്ലാം വലിയ ചാമ്പായ നമുക്ക് ഇതിലോ ഒരു സർപ്രൈസ്. കോഴി വലിപ്പം കുറഞ്ഞു. നമ്മൾ മസാല കളഞ്ഞ് കൊടുത്തു. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ. ദിലുന്ന് വന്നപ്പോൾ ഓക്ക് സ്പെഷ്യൽ ദിലുവിനെ അപ്പൂസ് നമ്മൾ ഷവായ വാങ്ങിക്കൊടുത്തു. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം കടന്നുറങ്ങാൻ. ഗായ്സ് കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് അവസാനിക്കുകയാണ്.